വിൻസി, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരിട്ടൊരു ചോദ്യം ചോദിക്കാം. ഫിലിം ചേംബർ കുടുക്കി എന്ന് തോന്നുന്നുണ്ടോ? അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ വ്യക്തിപരമായ അയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അയാളിത് യൂസ് ചെയ്തു എന്നെനിക്ക് തോന്നുന്നു. പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാനുള്ള ഒരു മാർഗമാക്കി ഈ പരാതിയെ മാറ്റി. പേഴ്സണൽ ഗ്രഡ്ജ് എന്നൊന്നല്ല, അയാൾ എന്തോ കാണിക്കാൻ വേണ്ടിയിട്ടോ, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ, മീഡിയനെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്നെനിക്കറിയില്ല. അതിന് വേണ്ടിയിട്ട് അയാളത് യൂസ് ചെയ്തു, ആ പേരുകളൊക്കെ യൂസ് ചെയ്തു. ആൻഡ് കബളിപ്പിക്കപ്പെട്ടത് ഞാനാണ്. എനിക്കത് ഞാൻ വെൽ ഡിസേർവിംഗ് ആണ്. ഒരു പരാതിയും കൊടുക്കാതെ മര്യാദയ്ക്ക് ഇരുന്നാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ പുറത്തൊരു ശക്തമായ നടപടി സിനിമാ മേഖലയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് തുടക്കമിട്ട ആൾ വിൻസി മാറുകയല്ലേ യഥാർത്ഥത്തിൽ? മാറുന്നതിലൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആദ്യം ഈ ലഹരി നിരോധനത്തിനൊക്കെ മുന്നേ അഭിനേതാക്കളുടെ പ്രൈവസി കീപ്പ് ചെയ്യാനുള്ള കുറച്ച് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാ സംഘടനകളും ലഹരി ഒഴിവാക്കണം, ഇതൊക്കെ ഒഴിവാക്കുന്നതിന് മുന്നേ ഒരു പരാതിക്കാരി വന്ന് പറയുന്ന കാര്യങ്ങൾ അതത്രയും സേഫായിട്ട് വെക്കാനുള്ള ഒരു ചങ്കുറപ്പ് എല്ലാ മെമ്പേഴ്സും ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം പഠിക്കും. എന്നിട്ടൊക്കെ ലഹരി ഒഴിവാക്കാനൊക്കെ നോക്കാം. മീൻസ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ലഹരി ഉപയോഗിക്കുന്നവരുമായി ബന്ധപ്പെട്ട് ഇനി അഭിനയിക്കില്ല എന്ന് വിൻസി ആ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയല്ലേ? ഉറപ്പായിട്ടും 100% ഞാനത് ഉറച്ചു നിൽക്കുന്നു. ഇനി ഇദ്ദേഹവും, ഞാൻ പരാതി കൊടുത്ത ആളും മാറി വരുന്നുണ്ടെങ്കിൽ, മാറ്റത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൽ ഈ സമൂഹത്തിൽ അയാളും പെടും. അയാൾ എത്ര ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്ര മോശ പെരുമാറ്റക്കാരനാണെന്ന് പറഞ്ഞാലും, അയാളിലും ഒരു മാറ്റം ഉണ്ടായാൽ അത് നമുക്ക് ബോധ്യപ്പെട്ടാൽ അയാളെ ഒഴിവാക്കി നിർത്തരുത് എന്നാണ് എൻ്റെ നിലപാട്. ചിലപ്പോൾ അയാളെല്ലാം മാറി വന്നു കഴിഞ്ഞാൽ ഞാനും അയാളുടെ കൂടെ വീണ്ടും അഭിനയിച്ചു വരും. ഒരു നടൻ്റെയോ ഒരു സിനിമയുടെയോ ഒരു വ്യവസായം എന്ന നിലയിൽ ആരുടെയും പേരുകൾ വ്യക്തിപരമായി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള വിൻസിയുടെ പേഴ്സണൽ ചോയ്സിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഈ നടനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ ഒരു വിഷയം? മറ്റു നടന്മാരിൽ നിന്നോ മറ്റു വ്യക്തികളിൽ നിന്നോ നടിമാരിൽ നിന്നോ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇല്ല, എനിക്ക് ഇത്രയും മോശം അനുഭവം ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ഇദ്ദേഹത്തിൽ നിന്ന് മാത്രമാണ്. ഈ സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം വ്യാപകമായി കണ്ടിട്ടുണ്ടോ വിൻസി? അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഞാൻ കണ്ടതാണ് ചേട്ടാ പറഞ്ഞത്. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ഞാൻ കണ്ടതും അറിഞ്ഞതുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എനിക്കിതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ കുറേ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യാപകമായി കണ്ടിരുന്നു എന്ന് ഞാൻ വ്യക്തമാക്കേണ്ടതാണ്. ഞാൻ അങ്ങനെ വ്യക്തമാക്കാത്തത് ഞാൻ കാണാത്തോണ്ടായിരിക്കില്ലേ. ഇനിയിപ്പോൾ പോലീസും എക്സൈസും വിൻസിയെ ബന്ധപ്പെടാൻ ശ്രമിക്കുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അങ്ങനെ ഒരു കോൾ ലീഗൽ തലത്തിൽ നിന്ന് വന്നാൽ എങ്ങനെ പ്രതികരിക്കും? ലീഗൽ തലത്തിൽ വന്നാൽ ഞാൻ ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കാനൊന്നും ഞാൻ തയ്യാറാവില്ല. പക്ഷേ അവർക്ക് വേണ്ട അറിവുകൾ അവരെന്തെങ്കിലും ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥയാണ്. ഞാനത് പറയുകയും ചെയ്യും. ഈ പരാതി പിൻവലിക്കുമോ? നിലവിൽ ICCക്കും ഉൾപ്പെടെ ഫിലിം ചേംബറിനും നൽകിയ പരാതികൾ പിൻവലിക്കുമോ? സജി നന്ദിയാത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ മോണിറ്ററിങ്ങിന് വേണ്ടി സമർപ്പിച്ച പരാതി ഞാൻ പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇനി എന്തെങ്കിലും ഞാൻ ഇപ്പം നിങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് സജി നന്ദിയാത്ത് സിനിമയുടെ പേരും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരും വ്യക്തമായി പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടാണ് അറിയണം. ഞാൻ പോയിട്ട് അതിൻ്റെ സത്യാവസ്ഥ നോക്കി അദ്ദേഹത്തിനോട് സംസാരിച്ചതിന് ശേഷം പിൻവലിക്കേണ്ടതാണെങ്കിൽ ഞാൻ പിൻവലിക്കും. എനിക്കിപ്പോൾ അത് വിശ്വാസമില്ലാതെ വരുന്നു. അതുകൊണ്ടാണ്.